ഹലോ ഗൈസ്, നമുക്കിന്ന് വാവിന് പോവാം. നാട്ടിലെത്തി പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോകുന്നത്. ആദ്യം ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോയി അവിടുന്ന് ബൈക്ക് എടുത്ത് നേരെ എൻ്റെ അച്ഛൻ്റെ അമ്മമ്മയുടെയും വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കുറേ നാൾ ശേഷം കാണുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ പൊന്നൂട്ടൻ എല്ലാവരും ഒന്നും കൂടി ഒന്ന് പരിചയപ്പെട്ടു. പക്ഷെ അവനെല്ലാവരും അറിയായിരുന്നു, വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ എല്ലാവരും കാണുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും അറിയായിരുന്നു. പിന്നെ ചേച്ചിയുടെ മോളാണെങ്കിൽ ഉറങ്ങുന്നതായിരുന്നു പോകുന്ന സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് അവൾ എണീറ്റപ്പോൾ അവളെയും കൊണ്ട് കുറച്ച് നേരം കളിച്ചു. അപ്പോഴത്തേക്ക് സദ്യയെല്ലാം റെഡിയാക്കി. ഞങ്ങളിതിനെ വാവ് വെയ്ക്കൽ എന്നാട്ടോ പറയൽ. എല്ലാ സദ്യയെല്ലാം വിളമ്പിയ ശേഷം ചോറ് ഉരുളയാക്കിയിട്ട് പിന്നെ ബാക്കി എല്ലാ കറികളും എല്ലാം വെച്ച് മരിച്ചവർക്ക് വേണ്ടി കൊടുക്കുന്നത്. ഇതെൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയുമാണ്. അവരുടെ അമ്മക്കും അച്ഛനും വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം സദ്യയെല്ലാം വിളമ്പിയ ശേഷം ഇത് നേരെ കൊണ്ടുപോയി കാക്കയ്ക്ക് വെക്കും. അത് കഴിഞ്ഞ് കാക്കേനെ വിളിക്കും. കാക്ക വന്നാൽ വന്നു, ഇല്ലെങ്കിലില്ല. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും സദ്യ കഴിക്കും. ഇതെല്ലാം എൻ്റെ അമ്മാവന്മാരും ഏട്ടനും എല്ലാന്നേ. അവരത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഞങ്ങൾ കാസർഗോഡ് എല്ലാ സദ്യയിലും നോൺ വെജ് നിർബന്ധം കേട്ടോ. ഓണത്തിനായാലും വിഷുവിനായാലും എല്ലാ സമയത്തും നോൺ വെജ് ഉണ്ടാവും. അങ്ങനെ സദ്യയെല്ലാം കഴിച്ച് എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്.